പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർ നാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ കർത്താവിൽ അടിയൻ ശരണപ്പെട്ടുകൊണ്ട് ദൈവം അടിയന് ദാനിയേൽ 1-ാം അധ്യായത്തിൽ നിന്ന് നൽകിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യെഹോയാക്കീം രാജാവിൻ്റെ കയ്യിൽ നിന്നും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ബാലന്മാരെ പിടിച്ചടക്കി കഴിവും ജ്ഞാനവുമുള്ള സാമർഥ്യമുള്ള ബാലന്മാരെ ആ രാജസന്നിധിയിൽ തന്നെ ബാബേൽ രാജാവിന് വേണ്ടി അവരുടെ രാജസന്നിധിയിൽ നിർത്തുവാൻ വേണ്ടി കൽദേയരുടെ അവർ ഏത് അഭ്യസനമാണോ ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങളോടാണ് അവർ നടന്നുകൊണ്ടിരുന്നത് അതിൽ നിന്നും മാറ്റി വ്യതിചലിപ്പിച്ച് കൽദേയരുടെ അഭ്യസനവും കൽദേയരുടെ ഭാഷയും വിദ്യയും ഒക്കെ നൽകി അവരെ രാജഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും നൽകി അവരെ വളർത്തുവാൻ പ്രത്യേകം ആ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അവരെ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ 4 ബാലന്മാർ തങ്ങളുടെ ഹൃദയങ്ങളിൽ നിശ്ചയിക്കുന്നു, രാജഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും അശുദ്ധമാക്കിയില്ല എന്ന്. എന്നാൽ അവസാനം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഷണ്ഡാധിപതൻ ആദ്യം അവർക്ക് അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പരീക്ഷിക്കുവാൻ ദാനിയേൽ പറയുകയാണ്. അവർക്ക് പരീക്ഷിച്ചു നോക്കൂ, 10 ദിവസം ശാഖപദാർത്ഥവും പച്ചവെള്ളം മാത്രം കൊടുത്തു നോക്കൂ, രാജഭോജനം ഒന്നുമല്ലാതെ ശാഖപദാർത്ഥവും ഈ പച്ചവെള്ളവും കുടിച്ച് അവർ കടന്നുപോയി. അവസാന ദിവസം നെബൂഖദ്നേസർ നോക്കുമ്പോൾ അവിടെ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹല്ലേലൂയ 10 ഇരട്ടി വിശിഷ്ടതയുള്ള ജ്ഞാനത്തിലാകട്ടെ സാമർഥ്യത്തിലാകട്ടെ മറ്റുള്ളവരെ പോലൊന്നുമല്ല, ഇവരെ 4 പേരെ വെച്ച് തുല്യം വയ്ക്കുവാൻ അവിടെ ആരെയും അവസാന രാജാവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവരെ അങ്ങനെ വരുവാൻ കാരണമായത് എന്താണ്? അവർ കുടിച്ച രാജഭോജനമാണോ അവർ കഴിച്ചത്? അവർ ചിന്തിച്ചു രാജഭോജനവും രാജാവിൻ്റെ വീഞ്ഞും കൊടുത്താൽ രാജാവിൻ്റെ സന്നിധിയിലുള്ളവർ ചിന്തിച്ചു അവർ വലിയവരാകും, അവർക്ക് ജ്ഞാനം വർദ്ധിക്കുമെന്ന്. എന്നാൽ ഇവിടെ അവർ തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് നിശ്ചയിച്ച് അവർ ദൈവത്തിനു വേണ്ടി നിന്നു. ഹല്ലേലൂയ. ഈ കഴിവും ഈ ജീവിതവും ദൈവമാണ് നമുക്ക് നൽകിയത്, ദൈവമാണ് നമ്മളെ വിളിച്ചത് എങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ നാം ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടവരാണ്. ദൈവത്തിനു വേണ്ടി നാം നിന്നാൽ ദൈവം നമ്മളെ മറക്കില്ല. ഈ സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവരെ ദൈവം മറന്നില്ല. അവിടെ വെച്ചവരിൽ വെച്ച് ദൈവം അവരെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റി. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർ നാം എക്സ്ട്രാ ഓർഡിനറി ആവുന്നത് ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സന്തോഷം, ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മളെ നയിക്കുമ്പോൾ നാം മറ്റുള്ളവരെക്കാൾ ഉള്ളവരാകുകയാണ്. അവരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ദാനിയേലും മറ്റു ബാലന്മാരും ലോകത്തിൻ്റെ പാതയിൽ തന്നെ കടന്നു പോയിരുന്നെങ്കിൽ അവർ അങ്ങനെയൊരു പദവിയിൽ എത്തുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരാകാനല്ല, യൗവന മോഹങ്ങളെ വിട്ടോടുവാനാണ്, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പാനാണ്. ഓരോ ദിവസവും മനസ്സ് പുതുക്കി ദൈവഹിതമായത് ചെയ്യുവാൻ, ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് ഒന്നും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിഗ്രഹാരാധന എന്ന് വിട്ടോടുവിരുന്ന പല വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിനല്ലാതെ മറ്റ് എന്തിന് നമ്മൾ പ്രാധാന്യത കൊടുക്കുന്നോ അതെല്ലാം വിഗ്രഹാരാധനയെ മാറുകയാണ്. നമ്മളെക്കുറിച്ച് അശുദ്ധി നമ്മൾ അശുദ്ധിയിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്കാമമോ ദൈവഹിതമല്ലാത്തതോ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഓഫീസുകളായിരിക്കാം, നിങ്ങൾ ജോലി സ്ഥലങ്ങൾ, നിങ്ങളുടെ പഠന സ്ഥലങ്ങളിൽ നിങ്ങൾ ആയിരിക്കേണ്ടത് ദൈവത്തിനു വേണ്ടി നിൽക്കുവാനാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ നമ്മുടെ ഓരോ സ്റ്റെപ്പും എന്ന് നമ്മൾ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആദ്യം ദാനിയേലും ബാലന്മാരും അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കാരണം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളാണ് ആദ്യം വിശുദ്ധീകരണത്തിന് നമ്മളാണ് ആദ്യം സ്റ്റെപ്പ് എടുക്കേണ്ടത്, നമ്മളാണ് ആദ്യം നിശ്ചയിക്കേണ്ടത്. ബാക്കി പരിശുദ്ധാത്മാവ്, ബാക്കി ദൈവത്താൽ നമുക്ക് ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ കഴിയും. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയും. പ്രതികൂലങ്ങളുടെ മധ്യേ സമാധാനത്തോടെ നിൽക്കുവാൻ കഴിയും. നിത്യത എന്ന ഒരേ ഒരു ലക്ഷ്യത്തെ പിന്തുടർന്ന് ആ ഓട്ടം വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ആ ഓട്ടം വിശുദ്ധിയോടെ ഓടുവാൻ, ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം
ലക്ഷ്യത്തിനെ മാത്രം നോക്കി ജീവിക്കുവാൻ ഇടയാക്കും. മറ്റുള്ളതിൽ നിന്നൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റി ലോകത്തിൻ്റെ ഹിതമല്ലാത്ത ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൽ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹങ്ങൾ എന്നൊക്കെ നമ്മുടെ കണ്ണുകളെ മാറ്റി നമ്മളെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഹിതമായത് മാത്രം ജീവിക്കുവാൻ, ദൈവം എന്താഗ്രഹിക്കുന്നുവോ ജീവിതത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് നടത്തും. മറ്റുള്ളവരും നമ്മൾ എക്സ്ട്രാ ഓർഡിനറിയായി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുവാൻ തക്കണം നമ്മുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അതിനായി സഹായിക്കട്ടെ, അടിയനെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.